കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ പ്രഹസ്തൻ പറയുകയാണല്ലോ. പ്രഹസ്തൻ പറയുകയാണ് വൈശ്രവണനോട് യുദ്ധം ചെയ്താൽ വിരോധമൊന്നുമില്ല. കാരണം കശ്യപ് ഒരേ അച്ഛൻ്റെ മക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും തമ്മിൽ എത്രയോ കാലമായിട്ട് ഇപ്പോഴൊന്നുമല്ല അവർ തമ്മിലുള്ള വിരോധം, ഇപ്പോഴുള്ളതൊന്നുമല്ല. എത്രയോ കാലം പണ്ട് മുതൽക്ക് തന്നെ ഇവർ അന്യോന്യം നല്ല വിരോധികളാണ്, എപ്പോഴും യുദ്ധം ചെയ്യും. അപ്പോൾ ഒരച്ഛൻ്റെ മക്കളാണ് എന്നുള്ള വിചാരം കൊണ്ടൊന്നും വൈശ്രവണനോട് അല്ലെങ്കിൽ കുബേരനോട് യുദ്ധം ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പ്രഹസ്തൻ, അല്ലേ? അതാണ് നമ്മൾ ചെയ്തത്. 29-30 വായിക്കാട്ടോ. പ്രഹസ്തസ്യ വച ശ്രുത്വാ ദശഗ്രീവോ ദുരാത്മന തഥേതി ക്രോധതാം രാക്ഷസ്ത്രികൂടാചലമന്വഗാത്. അപ്പോൾ ബോധ്യായി രാവണന്. കാരണം ഓൾറെഡി അത്ര ഒരു രജോ ഗുണപ്രധാനിയാണ്. അപ്പോൾ ദുരാത്മന പ്രഹസ്തസ്യ, ദുർബുദ്ധിയായിട്ടുള്ള ഈ പ്രഹസ്തൻ്റെ വച ശ്രുത്വ, വചസ്സിനെ അതായത് വാക്കുകളെ കേട്ടിട്ട് ദശഗ്രീവ മീൻസ് രാവണൻ തഥ ഇതി, അന്ന് അങ്ങനെ ആവട്ടെ, അവരൊക്കെ പതുകൊണ്ടെങ്കിൽ എനിക്ക് യുദ്ധം ചെയ്യാം, അത് ബോധ്യായി എന്ന് പറഞ്ഞിട്ട് ക്രോധതാമ്രാക്ഷ, ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയവനായിട്ട്, അതുവരെ ഭയങ്കര ബഹുമാനമായിരുന്ന ഏട്ടനെ ഇപ്പോൾ പെട്ടെന്ന് അത് ബോധ്യമായപ്പോൾ ദേഷ്യായി. ഈ കൈകേയിക്കൊക്കെ ഉണ്ടായ പോലെ ത്രികൂടാചലം അന്വഗാത്, ത്രികൂട പർവ്വതത്തിലേക്ക് പോയി. എന്താ അറിയോ, ഈ ദുരുപദേശം ചെയ്ത് നല്ലോണം ബ്രെയിൻ വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ദുരുപദേശം ചെയ്ത് ഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യാൻ നല്ല മിടുക്കനായിട്ടുള്ള ഈ പ്രഹസ്തൻ്റെ വാക്ക് കേട്ടപ്പോൾ രാവണൻ ശരിക്കും ബോധ്യായി. അതുപ്രകാരം ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി ത്രികൂടപർവ്വതത്തിലേക്ക് പോയി. പ്രഹസ്തസ്യ വച ശ്രുത്വാ ദശഗ്രീവോ ദുരാത്മന തഥേതി ക്രോധതാം രാക്ഷസ്ത്രികൂടാചലം അന്വഗാൽ. എന്നിട്ടോ ദൂതം പ്രഹസ്തം സംപ്രേക്ഷ്യ നിഷ്കാസ്യ ധനദേശ്വരം ലങ്കാം ആക്രമ്യ സജീവൈ രാക്ഷസൈ സുഖമാസ്ഥിതം. പ്രഹസ്തനെ ദൂതം സംപ്രേക്ഷ്യ, ദൂതനായിട്ട് പ്രഹസ്തനെ അയച്ചു ധനദേശ്വരം. ആരുടെ അടുത്തേക്ക്? കുബേരൻ്റെ അടുത്തേക്ക്. അതായത് ശരിക്കും രാവണൻ്റെ സ്റ്റെപ്പ് ബ്രദറാണല്ലോ. നിഷ്കാസ്യ, എന്നിട്ട് ഓടിച്ചിട്ട് ലങ്കാം ആക്രമ്യ, ലങ്കയെ ആക്രമിച്ചിട്ട് സജീവൈ രാക്ഷസൈ, സജീവന്മാരായ രാക്ഷസന്മാരോടുകൂടി സുഖം ആസ്ഥിത്, വേഗം ലങ്കയൊക്കെ പിടിച്ചെടുത്തു. രാവണൻ പ്രഹസ്തനെ ദൂതനായിട്ട് ലങ്കാധിപനായിട്ടുള്ള കുബേരൻ്റെ അടുത്തേക്ക് അയച്ച് കുബേരനെ പുറത്താക്കി പോവാൻ പറഞ്ഞു. ലങ്കയെ ബലാൽ കൈവശപ്പെടുത്തി മന്ത്രിമാരായിട്ടുള്ള രാക്ഷസന്മാരോടുകൂടി സുഖമായിട്ട് ലങ്കയിൽ വസിച്ചു, ലങ്ക എടുത്തു, സ്വന്താക്കി. ദൂതം പ്രഹസ്തം സംപ്രേക്ഷ്യ നിഷ്കാസ്യ ധനദേശ്വരം ലങ്കാം ആക്രമ്യ സജീവൈ രാക്ഷസൈ സുഖമാസ്ഥിതം. ധന പിതൃവാക്യേന ത്യക്ത്വാ ലങ്കാം മഹായശാ ഗത്വാ കൈലാസശിഖരം തപസാ അതോഷയ ശിവം. മഹായശാഹ ധനദ, മഹായശസ്വിയായിട്ടുള്ള ഈ കുബേരൻ പിതൃവാക്യേന, അച്ഛൻ്റെ വാക്കു കേട്ടിട്ട് വാക്കനുസരിച്ച് ലങ്കാം ത്യക്ത്വ, ലങ്കയെ, അപ്പോൾ വിശ്രവസ് പറഞ്ഞു ലങ്ക വിട്ടോളൂ പറഞ്ഞു. അപ്പോൾ രാവണൻ്റെ അച്ഛനാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ വാക്ക് കേട്ട് ലങ്ക ത്യജിച്ചിട്ട് കൈലാസശിഖരം ഗത്വ, കൈലാസത്തിൽ ചെന്നിട്ട് തപസ്സുകൊണ്ട് ശിവം അതോഷയത്, ശിവനെ സന്തോഷിപ്പിച്ചു, പ്രീതിപ്പെടുത്തി. എന്താ പറയണ വെച്ചാൽ പ്രഹസ്തൻ ദൂതനായി വന്ന് രാവണൻ ഇപ്പോൾ വരുന്ന് പറഞ്ഞപ്പോൾ രാവണൻ കുബേരനോട് വന്ന് പറഞ്ഞുവല്ലോ, പ്രഹസ്തനെ ദൂതനായിട്ട് അയച്ചു പറഞ്ഞില്ലേ. അപ്പോൾ കുബേരൻ
വിശ്രവസ് തൻ്റെയും രാവണൻ്റെ ഒക്കെ പിതാവായിട്ടുള്ള വിശ്രവസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ രാവണൻ വന്ന് പറയുന്നുണ്ട്, ലങ്കാരാജ്യം ഞാൻ ത്യജിക്കണം, അത് രാവണൻ്റെയാണ് എന്ന് പറയുന്നുണ്ട്. എന്താ വേണ്ടെന്ന് വിശ്രവസിനോട് ചോദിച്ചു കുബേരനെ ഈ പ്രഹസ്തൻ വിവരം വന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ വിശ്രവസ് പറഞ്ഞു, ലങ്ക ത്യജിച്ചോളൂ എന്ന്. അങ്ങനെ പിതാവിൻ്റെ ഉപദേശപ്രകാരം ലങ്ക ഉപേക്ഷിച്ചിട്ട് കൈലാസത്തിൽ വന്ന് പ്രവേശിച്ച് കൈലാസത്തിലേക്ക് വന്നിട്ട് അവിടെ തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടോ. ധനത പിതൃവാക്യേന ത്യക്വാലങ്കാം മഹായശാ ഗത്വാ കൈലാസശിഖരം തപസാ തോഷയച്ഛിവം തേന സഖ്യമനുപ്രാപ്യ തേനൈവ പരിപാലിത അളകാം നഗരീം തത്ത നിർമ്മമേ വിശ്വകർമ്മണ ദിക്പാലത്വം ചകാരാത്ര ശിവേന പരിപാലിത തേന. എന്നിട്ട് അവനോട് കൂടി സഖ്യം അനുപ്രാപ്യ, സഖ്യത്തെ അതായത് മിത്രമായിട്ട് തേന ഏവ പരിപാലിതാൽ ശിവനാൽ തന്നെ പരിപാലിക്കപ്പെട്ടവനായിട്ട് തത്ര അവിടെ വിശ്വകർമാവിനെ കൊണ്ട് അളകാം നഗരീം അളകാപുരി നിർമ്മമേ നിർമ്മിച്ചു ശിവേന പരിപാലിത. എന്നിട്ട് ശിവനാൽ പരിപാലിക്കപ്പെട്ടവനായിട്ട് അത്ര അവിടെ ദിക്പാലത്വം ചകാര ദിക്പാലൻ എന്ന അവസ്ഥയിൽ ഇരുന്നു. എന്താ പറയണ വെച്ചാൽ കുബേരൻ ശിവനെ പ്രീതിപ്പെടുത്തി പറഞ്ഞുല്ലോ. കുബേരനെ പ്രീതിപ്പെടുത്തി ശിവൻ്റെ സഖ്യം സമ്പാദിച്ചു. കുബേരൻ അവിടെ അനവധി തപസ് ചെയ്തു, ശിവന് സന്തോഷമായി, ശിവൻ്റെ സഖ്യം സമ്പാദിച്ചു, ഫ്രണ്ടായി. അപ്പോൾ ശിവൻ എപ്പോഴും അപ്പോൾ ശിവനാൽ സംരക്ഷിക്കപ്പെട്ടവനായിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഇനി രാവണനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ശിവനാൽ തന്നെ സംരക്ഷിക്കപ്പെട്ട അവിടെ കൈലാസത്തിലിരുന്നു. എന്നിട്ട് പിന്നെ വിശ്വകർമാവിനെ കൊണ്ട് കൈലാസത്തിൽ അളകാപുരി എന്ന് പേരായിട്ടൊരു രാജധാനി ഉണ്ടാക്കിച്ചു. വിശ്വകർമാവ് ദേവന്മാരുടെ ആർക്കിടെക്റ്റ്, ശില്പി, ദേവന്മാരുടെ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിനെ കൊണ്ട് അളകാപുരി എന്നൊരു രാജധാനി അവിടെ പണിയിച്ചു. എന്നിട്ട് ശിവൻ്റെ സഹായത്തോട് കൂട്ടിട്ടോ അവിടെ താമസിച്ചോളാൻ ശിവൻ പറഞ്ഞു. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹത്തോടു കൂടി അളകാപുരിയിൽ താമസിക്കും. അപ്പോൾ ആ നോർത്തേൺ പാർട്ടിൻ്റെ മുഴുവൻ ദിക്പാലകനാണെന്നുള്ള പദവിയും ശിവൻ കുബേരന് നൽകിയെന്നാണ്. അതായത് ദിക്പാലൻ എന്നുള്ള ഒരു സ്ഥാനവും കൊടുത്തു, ആ ഭാഗം മുഴുവൻ പാലിക്കുന്ന ആളാനുള്ള സ്ഥാനം കൊടുത്തു. പക്ഷേ കുബേരനെ ശിവനാണ് കേട്ടോ പരിപാലിക്കണത്. ശിവൻ്റെ പരിപാലനത്തിൽ കുബേരനെ പരിപാലകനാക്കി. അങ്ങനെ എന്നുവെച്ചാൽ ശിവനെ പ്രീതിപ്പെടുത്തിയല്ലോ. അങ്ങനെ അളകാപുരിയിലിരുന്നിട്ട് കുബേരൻ ദിക്പാലകനായി എന്നാണ് പറഞ്ഞത്. അതായത് ശിവൻ്റെ അനുഗ്രഹത്തോടു കൂടി അളകാപുരിയിൽ ദിക്പാലകനായി ഇരുന്നു കുബേരൻ. തേന സഖ്യമനുപ്രാപ്യ തേനൈവ പരിപാലിത അളകാം നഗരീം തത്ര നിർമ്മമേ വിശ്വകർമ്മണ ദിക്പാലത്വം ചകാരാത്ര ശിവേന പരിപാലിത. 34. രാവണോ രാക്ഷസൈ സാർദ്ധമഭിഷിക്ത സഹാനുജൈ രാജ്യം ചകാരാസുരാണം ത്രിലോകിം ബാധയൻ ഖല. അനുജൈഹി സഹ അനുജന്മാരോടുകൂടിയും രാക്ഷസൈ സാർദ്ധം രാക്ഷസന്മാരോടുകൂടിയും അഭിഷിക്ത ഖല രാവണ ആ ദുഷ്ടരാവണൻ, അഭിഷേകം ചെയ്യപ്പെട്ട ആ ദുഷ്ടനായ രാവണൻ ത്രിലോകി 3 ലോകത്തെയും ബാധയൻ ഉപദ്രവിക്കുന്നവനായിട്ട് അസുരാണാം രാജ്യം ചകാര അസുരന്മാരുടെ രാജ്യത്തെ ഭരിച്ചു. എന്താ പറയുക വെച്ചാൽ തൻ്റെ അനുജന്മാരോട്, അതായത് കുംഭകർണനോടും വിഭീഷണനോടും ബാക്കി രാക്ഷസന്മാരോടും കൂടി രാവണൻ ലങ്കയിലെ അധിപനായിട്ട് അഭിഷേകം ചെയ്തു ആ ദുഷ്ടനെ. ഇങ്ങനെ ദുഷ്ടനായിട്ടുള്ള രാവണൻ 3 ലോകങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ട് അസുരന്മാരുടെ രാജ്യത്തെ, രാക്ഷസന്മാരുടെ രാജ്യമായ ലങ്കയെ 3 ലോകങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ട് പരിപാലിച്ചു. രാവണോ രാക്ഷസൈഹി സാർദ്ധം അഭിഷിക്ത സഹാനുജൈ രാജ്യം ചകാരാസുരാണാം ത്രിലോകീം ബാധയൻ ഖലഃ. ഭഗിനീം കാലഖഞ്ചായ ദദൗ വികടരൂപിണീം വിദ്യുജ്ജിഹ്വായ നാംനാസൗ മഹാമായി നിശാചര. വികടരൂപിണിയും ഭഗിനിയും, അതായത് വിരൂപയാക്കപ്പെട്ട സഹോദരിയെ നാംന വിദ്യുജ്ജിഹ്വായ കാലഖഞ്ചായ പേരുകൊണ്ട് വിദ്യുജ്ജിഹനായ കാലഖഞ്ചനായിക്കൊണ്ട് ദദൗ ദാനം ചെയ്തു. അസൗ നിശാചര ഈ രാക്ഷസൻ മഹാമായി മഹതിയായ മായയോടുകൂടിയവനാകുന്നു എന്ന്. എന്താ അറിയോ,
ഈ ഭയങ്കര ആകൃതി വിരൂപയാണ് ആര് ഈ ശൂർപ്പണഖേ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടാൽ ഭയങ്കരിയായിട്ടുള്ള ആ രാവണ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖയെ കാലഖഞ്ച വംശത്തിൽ ജനിച്ച വിദ്യുജ്ജുഹൻ എന്ന പേരായ ഒരു രാക്ഷസനെ കല്യാണം കഴിച്ചു കൊടുത്തു ശൂർപ്പണഖ. കുംഭകർണനും വിഭീഷണനും അവിടെ കൂടെ ഉണ്ട്. ശൂർപ്പണഖ പിന്നെ വിരൂപയാണത്രേ. ആ വിരൂപയായിട്ടുള്ള ശൂർപ്പണഖയെ കാലഖഞ്ച വംശം എന്ന് പറഞ്ഞിട്ട് വംശത്തിൽ ജനിച്ച വേറൊരു രാക്ഷസനെ, അത്രേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. വിദ്യുജ്ജിഹ്വൻ എന്ന് പറഞ്ഞിട്ട് ആൾ വിവാഹം കഴിച്ചു. അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു രാവണൻ. ഭഗിനീം കാലഖഞ്ചായ ദദൗ വികടരൂപിണീം വിദ്യുജ്ജിഹ്വായ നാംനാസൗ മഹാമായി നിശാചര. പിന്നെയോ തതോമയോ മാജിക്കൊക്കെ അറിയണ രാക്ഷസനാണ് കേട്ടോ ആ രാക്ഷസൻ. നല്ല മായ അറിയണ ആളാണ്. മായയോട് കൂടിയവനാണെന്ന് പറയുന്നുണ്ട്. പിന്നെയോ തതോ മായ വിശ്വകർമ്മ രാക്ഷസാനാം ദിദേ സുതാം മന്ദോദരീം നാംനാ ദദൗ ലോകൈകസുന്ദരീം രാവണായ പുനഃശക്തിമമോഘം പ്രീതമാനസ. അതിനുശേഷം അനന്തരം രാക്ഷസാനാം വിശ്വകർമ്മ രാക്ഷസന്മാരുടെ ശില്പിയായ ദിതേഹേ സുത മയ, ദിതിയുടെ പുത്രനായ മയൻ, രാക്ഷസന്മാരുടെ ശില്പിയായിട്ടുള്ള ദിതേഹേ സുത മയ, ദിതിയുടെ പുത്രൻ മയൻ, ലോകൈക സുന്ദരിയും ലോകത്തിൽ സുന്ദരിയും ഏറ്റവും സുന്ദരിയും നാംന മന്ദോദരി എന്ന നാമമുള്ളവളുമായ സുതയെ മകളെ രാവണായ ദദൗ രാവണനായിട്ട് കൊടുത്തു. പ്രീതമാനസ പിന്നെയും സന്തോഷം കൊണ്ട് അമോഘം ശക്തിം നിഷ്ഫലമാകാത്ത ശക്തിയെയും ദദൗ ദാനം ചെയ്തു. എന്താ കേട്ടോളൂ, എന്താ അറിയോ? അതിൽ പിന്നെ രാക്ഷസന്മാരുടെ ശില്പിയും ദിതിയുടെ മകനാണ് കേട്ടോ. രാക്ഷസന്മാരുടെ ശില്പിയും ദിതിയുടെ മകനുമായ മയൻ, ലോകൈക സുന്ദരിയായ ആ മയൻ്റെ മകളാണ് മണ്ഡോദരി. ഈ മയൻ അസുരന്മാരുടെ ശില്പിയാണ് കേട്ടോ. അപ്പോൾ അസുരന്മാരുടെ ആർക്കിടെക്റ്റാണ്, വിശ്വകർമാവ് ദേവന്മാരുടെ. അപ്പോൾ ഈ മയൻ്റെ മകളാണ് മണ്ഡോദരി. അപ്പോൾ രാവണനെ ഭ്രമായിട്ട് മയൻ അസുരന്മാരെ ദിതിയുടെ മകനാണ്. അപ്പോൾ അസുരനാവൂലോ, ദിതിയുടെ മക്കളല്ലേ ദേവന്മാർ. അപ്പോൾ ദിതിയുടെ മകനായിട്ടുള്ള മയൻ തൻ്റെ ലോകൈക സുന്ദരിയായിട്ടുള്ള മകളായിട്ടുള്ള മണ്ഡോദരിയെ വളരെ സന്തോഷത്തോടു കൂടി രാവണനെ വിവാഹം ചെയ്തു കൊടുത്തു. എത്ര സന്തോഷമുണ്ട് രാവണന് കൊടുത്തോന്ന് പറയാൻ പറ്റില്ല, അത്ര സന്തോഷമുണ്ട്. അപ്പോൾ ആ മകളെ കൊടുക്കുന്നതിൻ്റെ കൂടെ രാവണന് നിഷ്ഫലമായി വരാത്ത ശക്തിയുള്ള ആയുധങ്ങളും രാവണന് കൊടുത്തു. മകളെ കൊടുത്തതിൻ്റെ കൂടെ ഒരിക്കലും നിഷ്ഫലമാവാത്ത ശക്തിയുള്ള ആയുധങ്ങളും രാവണന് മയൻ കൊടുത്തു മകളെ കൊടുക്കുന്നതിൻ്റെ കൂടെ. അതായത് മണ്ഡോദരി അവനെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിൻ്റെ കൂടെ അനവധി ഒരിക്കലും നിഷ്ഫലമാകാത്ത ശക്തിയുള്ള കുറേ ആയുധങ്ങളും കൊടുത്തു മയൻ. തതോ മയോ വിശ്വകർമ്മ രാക്ഷസാനാം ദിതേ സുതാം മന്ദോദരീം നാംന ദദൗ ലോകൈക സുന്ദരീം. ഭയങ്കര സുന്ദരിയാണ് മണ്ഡോദരി, മയൻ്റെ മകളെ. രാവണായ പുനഃശക്തിം അമോഘം പ്രീതമാനസ. സന്തോഷം കൊണ്ട് രാവണന് കൊടുക്കാൻ സന്തോഷിച്ചുല്ലോ തൻ്റെ മകളെ. സന്തോഷം കൊണ്ട് ചോദിച്ചില്ലെങ്കിലും രാവണന് അങ്ങനത്തെ അധികമായിട്ടുള്ള ആയുധങ്ങളൊക്കെ കൊടുത്തു. വൈരോചനസ്യ ദൗഹിത്രീം വൃത്രജ്വാലേതി വിശ്രുതാം സ്വയം ദത്താം ഉദവഹൽ കുംഭകർണായ രാവണ. പിന്നെയോ വിരോചനൻ്റെ പുത്രൻ്റെ ദൗഹിത്രിയും പുത്രിയുടെ പുത്രിയും വൃത്രജ്വാല ഇതി ശ്രുത്വ, വൃത്രജ്വാല എന്ന് ആയിട്ടുള്ള സ്വയം ദത്താം പിതാവിനാൽ സ്വന്തം മനസ്സുകൊണ്ട് ദാനം ചെയ്തവളെ കുംഭകർണന് വേണ്ടി രാവണൻ രാവണൻ സ്വീകരിച്ചു. കുംഭകർണനൊരു ഭാര്യ വേണമല്ലോ. ആ ആരസുണ്ടോ, വിരോചനൻ്റെ പുത്രനായിട്ടുള്ള ബലിയില്ലേ, മഹാബലി വിരോചനൻ്റെ, അതായത് പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് ബലിയുടെ പുത്രിയുടെ പുത്രിയും മഹാബലിയുടെ ദൗഹിത്രിയാണ്.
മകളുടെ മകള്, മഹാബലിയുടെ മകളുടെ മകളായിട്ടുള്ള വൃത്രജ്വാലയാണ് പിന്നെ ആ വൃത്രജ്വാലയുടെ അച്ഛൻ തന്നെ സന്തോഷമായിട്ട് കൊടുത്തു കുംഭകർണന്. പക്ഷെ ആരാണ് കുംഭകർണൻ്റെ ഭാര്യ എന്ന് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണെന്ന് മാത്രം. എന്താ വെച്ചാൽ മഹാബലിയുടെ മകളുടെ മകളാണ്. അപ്പോൾ സന്തോഷമായിട്ട് കുംഭകർണന് കൊടുത്തു. അപ്പോൾ കുംഭകർണനെ ആ സ്ത്രീ കുംഭകർണന് വേണ്ടി രാവണൻ ആ വൃത്രജ്വാലയെ സ്വീകരിച്ചു. കുംഭകർണനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അതായത് രാവണനൊക്കെ തീർച്ചയാക്കാൻ മൂത്ത സഹോദരനല്ലേ. അപ്പോൾ ഈ വൃത്രജ്വാലയുടെ അച്ഛൻ വന്ന് ചോദിച്ചപ്പോൾ, അതായത് ഈ മഹാബലിയുടെ മകളുടെ മകളെ കല്യാണം വിവാഹം ചെയ്ത് നൽകാൻ ആഗ്രഹമുണ്ടെന്ന് ആ കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ രാവണൻ സ്വീകരിച്ചു. എന്നിട്ട് വൃത്രജ്വാലയെ കുംഭകർണന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ കുംഭകർണൻ്റെ ഭാര്യയുടെ പേര് വൃത്രജ്വാല എന്നാണ് കേട്ടോ. നമുക്ക് ഓർമ്മിക്കാം, മഹാബലിയുടെ ദൗഹിത്രിയാണ് മകളുടെ മകള്. രാവണൻ്റെ മണ്ഡോദരിയാണ് നമുക്കറിയാലോ. ഇതിപ്പോൾ നമുക്ക് കേട്ട് പരിചയമില്ല. വൈരോചനസ്യ ദൗഹിത്രീം വൃത്രജ്വാലേ ദിവിശ്രുതാം സ്വയം ദത്താമുദവഹൽ കുംഭകർണായ രാവണ. അതെ. എന്നിട്ട് പിന്നെ ഗന്ധർവരാജസ്യ സുതാം ശൈലൂഷസ്യ മഹാത്മന വിഭീഷണസ്യ ഭാര്യാർത്ഥം ധർമ്മജ്ഞം സമുദാവഹദ് സരമാം നാമ സുഭഗം സർവലക്ഷണ സംയുതാം. ഈ വിഭീഷണൻ ആരെ കിട്ടിയെന്നാണ് കേട്ടോ. മഹാത്മാവും ഗന്ധർവരാജാവും ആയ ശൈലുഷൻ്റെ ധർമ്മം നല്ല ധർമ്മിഷ്ഠയായിട്ടുള്ള സർവലക്ഷണ സംയുതം തികഞ്ഞവളുമായ സരമാം നാമ സരമ എന്നു പേരുള്ളവളും സുഭഗാം സുന്ദരിയുമായ സുതയെ മകളെ വിഭീഷണസ്യ ഭാര്യാർത്ഥം വിഭീഷണൻ്റെ ഭാര്യയായിട്ട് സമുദാവഹ സ്വീകരിച്ചു. അതായത് നല്ല മഹാത്മാവും ഗന്ധർവന്മാരുടെ രാജാവും ആയിട്ടുള്ള ശൈലൂഷൻ്റെ മകളായിട്ട് സർവലക്ഷണങ്ങളും തികഞ്ഞ നല്ല ധർമ്മിഷ്ഠയായിട്ടുള്ള സരമ എന്നു പേരുള്ള സുന്ദരിയെ വിഭീഷണനെ വിവാഹം കഴിക്കാനായി രാവണൻ സ്വീകരിച്ചു. മീൻസ് സരമയെ വിഭീഷണന് വിവാഹം കഴിച്ചു കൊടുത്തു. ആരാ സരമ വെച്ചാൽ മഹാത്മാവായിട്ടുള്ള ഗന്ധർവന്മാരുടെ രാജാവായിട്ടുള്ള ശൈലൂഷിൻ്റെ പുത്രിയാണ്. നല്ല സർവലക്ഷണം തികഞ്ഞങ്ങളാണ്, ധർമ്മിഷ്ഠയാണ്. കാരണം വിഭീഷണൻ ധർമ്മിഷ്ഠനാണല്ലോ. അതുകൊണ്ട് നല്ല ധർമ്മിഷ്ഠയായിട്ടുള്ള സരമയെ വിഭീഷണന് വിവാഹം കഴിച്ചു കൊടുത്തു. ഗന്ധർവരാജസ്യ സുതാം ശൈലൂഷസ്യ മഹാത്മന വിഭീഷണസ്യ ഭാര്യാർത്ഥം ധർമ്മജ്ഞം സമുദാവഹദ് സരമാം നാമ സുഭഗം സർവലക്ഷണ സംയുതാം. ഇനിയോ തതോ മണ്ഡോദരീ പുത്രം മേഘനാദമജീജനദ് ജാതമാത്രസ്തു യോ നാദം മേഘവൽ പ്രമുമോചഃ തതഃ സർവേ അബ്രുവൻ മേഘനാദോയമിതി പാചാസകൃത്. ഈ മേഘനാഥൻ ജനിക്കണത് അതായത് ഇന്ദ്രജിത്തെ. തഥാ മണ്ഡോദരി, അതിനുശേഷം മണ്ഡോദരി മേഘനാഥനെ അജീജനത് ജനിപ്പിച്ചു. അതായത് ജനിച്ചപ്പോൾ ഇടിവെട്ടണ പോലത്തെ കരച്ചിൽ, അതുകൊണ്ടാണ് മേഘനാഥ് എന്ന പേര്. യാതൊരുവൻ ജാതമാത്ര ജനിച്ച ഉടനെ മേഘമെന്ന പോലെ നാദം പ്രമുമോച ഗർജിച്ചുവോ തഥാ അതുകൊണ്ട് അയം മേഘനാഥ ഇതി ഇവൻ മേഘനാഥനെന്ന് സർവരും അസകൃത് അബ്രുവൻ പലപ്പോഴും പറഞ്ഞു മേഘനാഥൻ എന്നുള്ള പേര്. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മണ്ഡോദരി മേഘനാഥൻ എന്ന പേരായ പുത്രനെ പ്രസവിച്ചു. ആ പേരുണ്ടായതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജനിച്ച ഉടനെ ആ കുട്ടി മേഘത്തിനെ പോലെ ഗർജിച്ചു, അല്ലെങ്കിൽ അത്യുച്ചമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ടവരെല്ലാം എന്ത് പറഞ്ഞു? ഇവന് മേഘനാഥൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് വന്നു. അങ്ങനെ ജനിച്ച ഉടനെ ഉറക്കങ്ങനെ ഇടിവെട്ട് പോലെ കരഞ്ഞതുകൊണ്ടേ. തതോ മണ്ഡോദരീ പുത്രം മേഘനാഥമജീജന ജാതമാത്രസ്തു യോ നാദം മേഘവൽ പ്രമുമോചഃ തത് സർവേബ്രുവൻ മേഘനാഥോയം ചാസകൃത്ത്. അത് കഴിഞ്ഞു. ഇനി എന്താണ് 39 കഴിഞ്ഞത്. അപ്പോൾ 40 വായിക്കാം.
കുംഭകർണസ്തതപ്രാഹ നിദ്രാ മേ ബാധതേ പ്രഭോ തതശ്ചകാരയാമാസ ഗുഹാം ദീർഘാം സുവിസ്തരാം തത്ര സുഷ്വാപ മൂഢാത്മാ കുംഭകർണോ വിഘൂർണിതഃ. തഥ കുംഭകർണ, അതിനുശേഷം കുംഭകർണൻ, പ്രഭോ ഹേ രാജാവേ, മാം നിദ്രാം ബാധത്തെ, എന്നെ നിദ്ര ബാധിക്കുന്നു എന്ന് പ്രാഹ പറഞ്ഞു. 6 മാസം ഉറങ്ങിയ 1 മാസം നീക്കുള്ളൂ. തഥ പിന്നെ സുവിസ്തരാം ദീർഘാം ഗുഹാം, വലിയ വിസ്താരമുള്ള ഗുഹയിൽ കാരയാമാസ ഉണ്ടാക്കിച്ചു. എപ്പോഴും ഉറങ്ങണേ, അപ്പോൾ ഒരു വലിയ ഗുഹ ഉണ്ടാക്കിച്ചു ബെഡ്റൂമായിട്ട്. മൂഢാത്മാ കുംഭകർണ, അങ്ങനെ മൂഢബുദ്ധിയായ കുംഭകർണൻ വിഘൂർണിത, കൂർക്കം വലിച്ചുകൊണ്ട് തത്ര സുഷ്വാപ, അതിലുറങ്ങി. 6 മാസം ഉറങ്ങുകയാണ്, പിന്നെ 1 ദിവസം ഉണ്ണാൻ വേണ്ടി നീക്കി, അത്രയല്ലേ. അപ്പോൾ ഗുഹ തന്നെയാണ് ബെഡ്റൂം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുംഭകർണൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് രാവണനോട് പറഞ്ഞു. എന്നിട്ട് വളരെ വീതിയും നീളവും ഒക്കെ ഉള്ള ഗുഹ പോലെ ഇരിക്കുന്ന ഒരു രാജധാനി രാവണൻ പണി ചെയ്യിച്ചു കൊടുത്തു. ഒരു ഗുഹ പോലെ, ഒരു ശല്യം ഇല്ലാണ്ട് ഉറങ്ങാനേ ഒരു ഗുഹ പോലുള്ള രാജധാനി പണിത് കൊടുത്തു. മൂഢബുദ്ധിയായിട്ടുള്ള കുംഭകർണൻ ആ ഗുഹ പോലുള്ള രാജധാനിയിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. കുംഭകർണസ്തതപ്രാഹ നിദ്രാമേ ബാധതേ പ്രഭോ തതശ്ചകാരയാമാസ ഗുഹാം ദീർഘാം സുവിസ്തരാം തത്ര സുഷ്വാപ മൂഢാത്മാ കുംഭകർണോ വിഘൂർണിതഃ. നിദ്രിതേ കുംഭകർണേ തു രാവണോ ലോകരാവണ ബ്രഹ്മണ്യാനുഷിമുഖ്യാംശ്ച ബ്രഹ്മണാൻ ഋഷി എന്നാണ് കേട്ടോ, തെറ്റി വായിച്ചതാണ്. നിദ്രിതേ കുംഭകർണേ തു രാവണോ ലോകരാവണ ബ്രാഹ്മണാൻ ഋഷിമുഖ്യാംശ്ച ദേവദാനവ കിന്നരാൻ ദേവശ്രിയോ മനുഷ്യാംശ്ച നിജഘ്നേ സമഹോരഗാൻ. എല്ലാവരും ഉപദ്രവിക്കുകയാണ്. എന്താ അറിയോ, കുംഭകർണയെ നിദ്രിതേ, കുംഭകർണൻ ഉറങ്ങി കുംഭകർണൻ ഉറക്കത്തിലായപ്പോൾ ലോകരാവണ രാവണ, ലോകങ്ങളെ മുഴുവൻ കരയിക്കുന്ന രാവണൻ, ബ്രാഹ്മണരെയും ഋഷിമുഖ്യൻ ഋഷികളെയും ദേവദാനവ കിന്നരാൻ, ദേവന്മാരെയും അസുരന്മാരെയും കിന്നരന്മാരെയും ദേവശ്രിയ, ദേവന്മാരുടെ ഐശ്വര്യങ്ങളെയും മനുഷ്യരെയും സമഹോരഗാൻ, മഹോരഗങ്ങളോടുകൂടെ നിജഘ്നെ കൊല്ലാൻ തുടങ്ങി. എന്താ അറിയോ, കുംഭകർണൻ ഉറക്കത്തിൽ ആയപ്പോൾ, ആ കാലത്ത് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ലോകങ്ങളിലുള്ള സകലയും കരയിക്കാൻ തക്ക വിധം ദുഷ്ടനായിട്ടുള്ള ഈ രാവണൻ ബ്രാഹ്മണര്, ഋഷികള്, ദേവന്മാര്, ദാനവന്മാര്, കിന്നരന്മാര്, മനുഷ്യര്, ഉരകങ്ങള്, അതായത് സർപ്പങ്ങള് എന്നിവയെയും ദേവന്മാരുടെ ഐശ്വര്യങ്ങളെ നശിപ്പിക്കുകയും അവരൊക്കെ അപഹരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവരൊക്കെ ഉപദ്രവിച്ചു, ദേവന്മാരുടെ ഐശ്വര്യമൊക്കെ അപഹരിക്കുകയും ചെയ്തു. എല്ലാവരും ഉപദ്രവിക്കും. കുംഭകർണൊന്നും അറിയണില്ല കേട്ടോ. ആ സമയത്ത് എല്ലാവരെയും കരയിക്കാനുള്ള അത്ര ദുഷ്ടതയുള്ള രാവണൻ ബ്രാഹ്മണരെയും ഋഷിമാരെയും ദേവന്മാരെയും ദാനവന്മാരെയും കിന്നരന്മാരെയും മനുഷ്യരെയും സർപ്പങ്ങളെയും ഒക്കെ കൊന്നു. പിന്നെയോ ദേവന്മാരുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ കൊന്നു. പിന്നെ അങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുക, ദേവന്മാരുടെ ഐശ്വര്യങ്ങളെ നശിപ്പിക്കാനും തുടങ്ങി എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് 41 വായിച്ചപ്പോൾ നിർത്താം ഇന്ന്. എന്താ വെച്ചാൽ പിന്നെ കുബേരൻ എന്താ ചെയ്തതെന്നൊക്കെയാണ് പറയണത്. നിദ്രിതേ കുംഭകർണേതു രാവണോ ലോകരാവണ, അതാണ് ലോകത്തിനെ മുഴുവൻ കരയിപ്പിക്കണ രാവണൻ. ബ്രഹ്മണാൻ ഋഷിമുഖ്യാംശ്ച, ബ്രാഹ്മണന്മാരെയും ഋഷിമുഖ്യന്മാരെ ഋഷിശ്രേഷ്ഠന്മാരെയും ദേവദാനവ കിന്നരാൻ, ദേവന്മാരെയും ധനുവിൻ്റെ മക്കളെ ദാനവന്മാരെയും കിന്നരന്മാരെയും ദേവശ്രിയോ, ദേവന്മാരുടെ ഐശ്വര്യത്തെ ഒക്കെ മനുഷ്യാംശ്ച, മനുഷ്യന്മാരെയും നിജഘ്നെ കൊല്ലുകയും ഐശ്വര്യം അപഹരിക്കുകയൊക്കെ ചെയ്തു. മഹോരഗാൻ, സർപ്പങ്ങളെയും ഒക്കെ കൊന്നു. സകലരെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഈശ്വര ഗുരുവായൂരപ്പ.